മൗലിദ് ബിദ്അത്ത് ഹസനത്താണ് എന്നതിനെ ആശൂറായിന്റെ നോമ്പിനെ കുറിച്ച് വന്നിട്ടുള്ള സഹീഹൈനിയുടെ ഹദീസിനെ അടിസ്ഥാനമായി കാണിച്ചിരിക്കുന്നു. അതെങ്ങനെയെന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ശത്രുവാകുന്ന ഫിർഔനിനെ മുക്കിക്കളയുകയും ചെയ്തതിന് ശുക്രായിട്ട് ആ സംഭവം നടന്ന ദിവസമായ ആശൂറായിൽ നോമ്പ് നിൽക്കൽ സുന്നത്താണെന്ന് കാണിക്കുന്ന ഹദീസിനെ സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് അപ്രകാരം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ അള്ളാഹു ഒരു വലുതാൻ നിഅമത്ത് ചെയ്യുകയോ വലിയ ഒരു നാശത്തെ തടയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിൽ അതിന് അള്ളാഹു തആലാക്ക് ശുക്ർ ചെയ്യുകയും കൊല്ലം തോറും ആ ദിവസം വരുമ്പോൾ ശുക്രിനെ പുതുക്കുകയും ചെയ്യുന്ന ആവശ്യമാണെന്ന് വെളിവാകുന്നു. ശുക്രാണെങ്കിൽ പലവിധത്തും ഇബാദത്ത് കൊണ്ടും ആവാമല്ലോ. എന്നാൽ റഹ്മത്തുൽ ആലമീൻ നബിയുടെ ജനനത്തേക്കാൾ വലിയ നിഅമത്ത് മറ്റൊന്നാണ്. ഏതായാലും മൗലിദ് കഴിക്കുക എന്നത് മുമ്പ് വിവരിച്ച പ്രകാരം ഭക്ഷണങ്ങൾ മുതലായത് സദഖ ചെയ്യുക, നബിയുടെ മദീഹുകൾ മുതലായി ഖൽബുകളെ നന്മയിലേക്ക് ഇളക്കിവിടുന്നതും ആഖിറത്തിലേക്കുള്ള അമലുകൾ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നതുമായ നളുമുകളോ അഥവാ പദ്യങ്ങളോ ഗദ്യങ്ങളോ ഓതുക എന്നിങ്ങനെ അള്ളാഹു തആല നബിയെ വെളിപ്പെടുത്തിയതിൽ അള്ളാഹു തആലയോടുള്ള ശുക്രിനെ കാണിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടായിരിക്കണം. അവൻ നബിന്റെ മേൽ ഇങ്ങനെ ഓതുന്നത് എന്തിനാ? അള്ളാഹു ചെയ്ത നിയമത്തിനേക്ക് ശുക്ര ചെയ്യണത് അത് ആവശ്യമാണ് എന്നാ കൊല്ലം തോറും നടത്തി വരണം എന്നാണ് കെ മൗലവിന്റെ ബുക്ക് എഴുതി. കൊല്ലം തോറും പിന്നെ എവിടെ ചെറുക്ക് വരണം? കൊല്ലം കൊല്ലം ചെറുക്ക് ചെയ്യുക. ഇനി ഞങ്ങൾ അള്ളാന്റെ റസൂൽ ചെയ്തിടണമെന്നില്ല ബമ്പത്തരത്ത് ചോദിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലായിട്ട് നിങ്ങൾ ചെയ്ത് ചെയ്യും. കേരള നേതൃത്വൽ മുജാഹിദീന്റെ പണ്ഡിതന്മാരുടെ മൗലൂദ് കഴിച്ചിട്ടുണ്ട്. അവർ പലതും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ബല്യൗലൂദ് പറയും. ഞങ്ങളെ കൊണ്ടോട്ടിക്കൊക്കെ ബല്യൗലൂദ് പറയും. ഞങ്ങളെവിടെ എന്താ പറയുക? കൊണ്ടോട്ടി പുലാമന്തോള് ആ വൈക്കൊക്കെ ബല്യൗലൂദ് എന്ന് പറയും. ഇവിടേക്ക് എന്താ പറയാവോ? അഷറക്ക് ഷറഫലനാമിന് ആ ഷറഫലനാമ് ഓതണ സമയത്ത് ഒരു അഷറക്ക് എല്ലാം നിൽക്കലുണ്ടല്ലോ. അതിനെപ്പറ്റി കെ എം മൗലവിന്റെ പുസ്തകത്തിൽ എഴുതുന്ന എന്താ അറിയോ? ഫവലദത്തിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒന്നായി എഴുന്നേറ്റ് നിൽക്കുന്നു. ബഹുമാന സൂചകമായി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. വിവരണ്ടേ? പവലദത്തിൻ നബിയ്യ പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണ അഷറക്ക ചെല്ലാൻ അതിനും കൂടി ഞാൻ ആക്ഷേപിക്കണില്ല. ആ കേരള നേതൃത്വത്തിന്റെ ജമിയത്തുൽ ഉലമാന്റെ നേതാവ് എഴുതുന്നത്. എന്നിട്ടാ കുട്ടികൾ പറഞ്ഞ തനി ചുരുക്കാവെന്ന് പ്രവാചകൻ ചെയ്തിട്ടില്ല. ഇത് പിന്നെ ആര് ചെയ്തതാണാവോ? ഇത് ഇയാൾക്ക് എവിടുന്ന് കിട്ടുക? കെ മൗലവി തെറ്റുപറ്റാത്ത പണ്ഡിതന്നാ ഉമർ മൗലവി പരിചയപ്പെടുത്തുന്നത്. തെറ്റുപറ്റാത്ത പണ്ഡിതൻ ഉറപ്പാണ് എന്നാണ് ഓല് പറയണത്. നമ്മൾ പിന്നെ ആലോചിക്കാം. ഇയാളുടെ ഈ പുസ്തകത്തിലാണ് എഴുതിയത് കൊല്ലം തോറും മൗലിദ് കഴിക്കണം കേട്ടോ. ഇനി ഏതാ അവസാനം ഒരു വസിയ്യത്തോല് ചെയ്ത് നോക്ക്. എനിക്ക് അവസാനമായ ഒരു അപേക്ഷ മാത്രമാണുള്ളത്. നമ്മുടെ കേരളത്തിൽ അധികം മുസ്ലിമീങ്ങളും അറബി ഭാഷ അറിഞ്ഞുകൂടാത്തവരാണ്. നമുക്ക് അറബി അറിയാത്തതിൽ വലിയ ദുഃഖം ഉണ്ടായിട്ടേക്ക്. എന്നിട്ടാ പരിഭാഷ ചെയ്യാൻ തിരിഞ്ഞ് അവർ മൗലിദിന്റെ മജ്ലിസിൽ വന്ന് അറബി മൗലിദ് കേട്ടിരുന്നത് കൊണ്ട് അവർക്കൊന്നും അറിയുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരാൾ തർജമ കൂടി പറയൽ വളരെ നന്നായിരിക്കും. അപ്പൊ മൗലൂദ് ഓതലി ശിർക്കാണ് നല്ല ഈ പറയണത്. ഈ അറബി മൗലൂദ് കേട്ടത് കൊണ്ട് ഒന്നും മനസ്സിലാണില്ല. ഒരാളെന്താക്കണം? ആ തർജമയും കൂടിയും പറയണം. എന്നാ ഉഷാറായി. അപ്പൊ എത്ര മൗലൂദാവും? ഒരു അറബി മൗലൂദും ഒരു പരിഭാഷി. അവ ഉഷാറാട്ടെ. എന്നാ അതിനെങ്കിലും നിങ്ങൾ മുന്നോട്ട് വരി. പ്രശ്നം കഴിഞ്ഞല്ലോ. ഞങ്ങൾ അറബിയിലോതാ, നിങ്ങൾ മലയാളത്തിൽ ഞങ്ങൾ അറബിയിലോതാ, നിങ്ങൾ ഓതോ. കുറ്റാമെന്ന വാഹനമിൽ അറ്റാമില്ല ഞാൻ കേറി തങ്ങളോടന്യായം യാ സയ്യിദി ഖൈറൻ നബി. ഇങ്ങനെ നമ്മൾ മുജാഹിദും സുന്നികളൊക്കെ പാടെ ഒരു മജ്ലിസ് കൂടിയിട്ട് അറബി മൗലൂദും പിന്നെ മലയാള മൗലൂദൊക്കെ ഓതിപ്പിക്കുകയാണെങ്കിൽ എന്തൊരു റായത്താണ്. നിങ്ങളെ നേതാവ് പറഞ്ഞ് കേട്ടാൽ മതി, വേറൊന്നും പറയണ്ട, സമസ്ത പറയണ്ട. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ പണ്ഡിത സഭയാകുന്ന കേരള ജമിയത്തുൽ ഉലമാന്റെ അധ്യക്ഷൻ കെ എം മൗലവി, അയാളുടെ പത്രാധിപത്യത്തിൽ നടക്കുന്ന അൽ ഇർഷാദില് തലശ്ശേരി കടവത്തൂര് കുഞ്ഞമുട്ടി മൗലവി എഴുതിയതാണ് ഞാൻ ഈ വായിച്ചത്. ഒരാള് തെർജമയും കൂടി പറയണം.
അതെങ്കിലും പറയാൻ നിങ്ങൾ തയ്യാറായി, എന്നാ പ്രശ്നമായി കഴിഞ്ഞല്ലോ. ഇനി ഞങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ വെച്ചിട്ട് മൗലൂദ് ഓതിയിട്ടുണ്ട് കേരള നേതൃത്വത്തിന്റെ പണ്ഡിതന്മാർ ഒട്ടാകെ. ഈ സന്ദർഭത്തിൽ 2 കൊല്ലക്കാലമായി മുസ്ലിം ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലിദ് ഈ പ്രാവശ്യവും റബീഉൽ അവ്വൽ 12-ാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടി എന്നുള്ള വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. എന്നിട്ടപ്പോ ഈ കുട്ടികൾ വന്നിട്ട് പറഞ്ഞത് അത് ശിർക്കാവുന്നു, കഠിന തെറ്റാകുന്നു, പ്രവാചകൻ ചെയ്തിട്ടില്ല, അവിടെ ചെയ്തിട്ടില്ല, അവിടെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ഓല് പറഞ്ഞു കൊടുത്തുണ്ട്, കുറച്ചേ ഉള്ളൂ ഓല് പറഞ്ഞു കൊടുത്ത്, മുഴുവൻ ഓല് പറഞ്ഞു കൊടുത്താണുള്ളത്. എന്ത് കുറച്ച്? മുഴുവൻ അവിടെയല്ലേ ഉള്ളത്. കേരള നേതൃത്വത്തിന്റെ നേതാക്കളാണ് ഈ എഴുതിയത്. മൗലിദ് ഏറ്റവും പുണ്യമാണ്, കൊല്ലം തോറും നടത്തണം. എനിക്ക് അവസാനങ്ങളോട് പറയാനുള്ളത് അറബി മൗലൂദ് മാത്രം പോരാ, മലയാള മൗലൂദ് കൂടിയും കാണണം. അതപ്പോ ഉമർ മൗലവിന്റെ പേരിൽ മൗലൂദ് ഉണ്ടാക്കിയത്. ഉമർ മൗലവി മരിച്ചിട്ട് ഇപ്പൊ മൗലൂദ് ഉണ്ടാക്കിയല്ലോ. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ആ മൗലൂദ് അബദ്ധമാണെന്ന് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു. എന്തിനാ പിൻവലിച്ചിട്ട്? മുശ്രിക്കായിട്ട് പിൻവലിക്കാനാ ചാകത്തില്ല എന്നല്ലാതെ. ഇത് തനി ശിർക്കാണ് എന്ന് പറഞ്ഞ ഇവര് ഉമ്മർ മൗലവി മരിച്ചപ്പോ ഉഷാറായിട്ട് മൗലൂദ് ഉണ്ടാക്കി. പിന്നെ അത് അബദ്ധാണെന്ന് ഓലിക്കന്നെ തോന്നി. അതെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, മനസ്സിലാവുന്നു തോന്നുന്നു രണ്ടാണ്. മനസ്സിലാണ് തോന്നൂല, തോന്നണ മനസ്സിലാവില്ല. ഈ അപകടങ്ങൾ എല്ലാ രംഗങ്ങളിലുണ്ട്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല, മേലിയാക്കന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇത് നിങ്ങളുടെ ഓരോ റെക്കോർഡുകളും അത് ഒരു മൗലവി വില പറച്ചിലെന്നതാ, അത് ഒരു മൗലവിയല്ലേ. എത്ര മൗലവി കൂടണത് ശരിയാകണമെങ്കിൽ അതൊരു മൗലവിയല്ലേ. ഇത് മഹേശ്വരയെന്നും ഇവര് പറയും. പഠിച്ചോനെ ഞങ്ങളത് പറഞ്ഞിട്ടില്ല. കെ മൗലവി മഹേശ്വര എന്ന് പറയില്ലേ, റബ്ബേ ഞാൻ മൗലൂദിനെ എതിർത്തിട്ടില്ല റബ്ബേ. എന്റെ അല്ലുറിസാദിൽ ഞാൻ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്, കൊല്ലം തോറും മൗലിദ് കഴിക്കണം, മലയാളത്തിലും കൂടി ഓതണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾ ദുരുപയോഗപ്പെടുത്തിയതിന്, കുട്ടികളെ ദുർവ്യാഖ്യാനം ചെയ്തതിന് ഞാൻ ഉത്തരവാദിയല്ല റബ്ബേ. ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറാബുൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് ലൗ അഖാലു ലൗ അന്ന ലനാ കറത്തൻ വനതബറ മിന്നും. മുജാഹിദിന്റെ അനുയായികൾ പറയും, അല്ല നിങ്ങൾ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ മൗലൂദ് ഓതാൻ ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓതാതെ തന്നത്. ആഹാ, അല്ലിർസാദ് വായിച്ചിട്ടില്ലേനോ, അല്ലിർസാദ് നോക്കിയിട്ടില്ലേനോ, അതിൽ എഴുതിനല്ലേ ഞാൻ മൗലൂദ് ഓതണമെന്ന്. അത് ഞങ്ങൾ മറ്റേ മൗലവിയൊക്കെ പറഞ്ഞു, മറ്റേ മൗലവി പറഞ്ഞാണ്ട് പോയി പറഞ്ഞോളാം, എന്റെ റെഡി ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോഴാ പറയണത് ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ, നിങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ മുഅ്മിനീങ്ങളായി കഴിച്ചിലാകുമായിരുന്നല്ലോ ചങ്ങായിമാരെ, നിങ്ങളല്ല ഞങ്ങളെ പറ്റിച്ചത്. ഈ മൗലവിമാരെ കൊള്ള നോക്കിക്കൊണ്ട് ഇതാ അനുയായികളെ നിങ്ങൾ പറയും, ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. അനുയായികൾ ഇതാ നേതാക്കളായ ആളുകളോട് പറയുമ്പോൾ ആ നേതാക്കൾ ഒഴിയുന്നു. ഞങ്ങളിതൊന്നും അറിയില്ല തമ്പുരാനെ എന്ന് പറയുന്ന സമയത്താണ് അനുയായികൾ സാധുക്കൾ പറയുന്നത്, ലൗ അന്നലനാ കറത്തൻ ഫനതബറ മിൻഹും. ദുന്യാവിലേക്ക് ഇനി രണ്ടാമത്തൊരു മടക്കം ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളിതാ ഈ പ്രസ്ഥാനവുമായി സലാം പറയുമായിരുന്നേനെ. പക്ഷേ രണ്ടാമത്തെ മടക്കമില്ലല്ലോ എന്ന് വളരെ വ്യക്തമായി ഖേദിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. വളരെ വിശദമായി അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആമിനൂ കമാ ആമനന്നാസ്, സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചോ അതുപോലെ വിശ്വസിക്കണം. ആമിനൂ കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. ആ സ്വഹാബത്ത് വിശ്വസിച്ച അനുചരവൃത്തങ്ങളായ താബികൾ തബഉ താബികളായിട്ട് ഇതുവരെ പഠിപ്പിച്ചു. ഇതാ വലിയ കേസാണ് ഇർത്തകബുത്തു. മൗലൂദിൽ വലിയൊരു കേസാ ഇർത്തകബുത്തു. റസൂലിനോട് അങ്ങനെ അന്യായം പറയാൻ പറ്റുമോ? പിന്നെ ആരോടാ പറയേണ്ടത്? റസൂലിനോട് തന്നെ പറയേണ്ടത്. അള്ളണ്ട് നിങ്ങൾക്ക് ആയിരിക്കും എങ്ങനെ മനസ്സിലായി? അള്ളണ്ട് എങ്ങനെ മനസ്സിലായത്? അള്ളാഹുവിന്റെ റസൂലിലൂടെയല്ലേ അള്ളാഹിനെ മനസ്സിലാക്കുന്നത്. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. അള്ളാഹു പറയുന്നു, വഇദാ സഅലക ഇബാദി, നബിയെ തങ്ങളോട് എൻ്റെ അടിമകൾ ചോദിച്ചാൽ, അന്നീ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ, ഫഇന്നീ ഖരീബ് ഞാൻ അവരെ കൊള്ള അടുത്തവനാണ്, എന്നെ മനസ്സിലാക്കാം എന്നവരോട് പറയാൻ. നേരെ മറിച്ച് തങ്ങൾ മുഖേന അല്ലെങ്കിൽ എന്നെ അറിയാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂലിലൂടെയാണ് അല്ലാഹുവിനെ മനസ്സിലാക്കുന്നത്.
ആ അടിസ്ഥാന മഹാന്മാരായ സഹാബത്തും താബികളും മനസ്സിലാക്കി. അതുകൊണ്ടാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ പോയി നോക്ക്, അവിടത്തെ ചുമരുമ്മൽ എഴുതി കാണുന്നില്ലേ, യാ ഖൈറ മന്ദുഫിനത്ത് ബിൽഖായി യഅ്ളുമുഹു ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വല്ലകമു നഫ്സി ബിദാഉ ലിഖബരിൻ അൻത സാകിരു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു.